ചൊക്ലി ലോകഭൂപടത്തിൽ അറിയപ്പെടാൻ പോകുന്നത് ജനകീയ മുന്നേറ്റത്തിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നാടായിട്ടാണെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു. ദേശീയ അംഗീകാരം ലഭിച്ച ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആദരവ് നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇച്ഛാശക്തിയോടെ ഒരു പ്രദേശത്തെ ജനങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ യാഥാർത്ഥ്യമാകുമെന്ന് തെളിയിച്ചതാണ് ചൊക്ലിയിലെ കോടിയേരി ബാലകൃഷ്ണൻ ഗവൺമെന്റ് കോളേജ്. ഇച്ഛാശക്തിയോടെ പുറപ്പെട്ടാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് മേനാട് തെളിയിച്ചെന്ന് സ്പീക്കർ പറഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനമായി ഇത് മാറിയിട്ടുണ്ട്. അതിനെ നല്ലതുപോലെ ജനങ്ങൾ സഹായിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ജനങ്ങൾ ഇത് എൻ്റെ സ്ഥാപനമാണ്, ഇവിടെ ചികിത്സക്കെത്തുന്നവർ സാധാരണക്കാരാണ്, അവർക്ക് ആവശ്യമായി പിന്തുണ നൽകേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ നിലയിലേക്ക് ജനങ്ങൾ പ്രവർത്തിച്ചു. ഇവിടെ പറഞ്ഞു 60 ലക്ഷത്തോളം വരുന്ന രൂപ പിരിച്ചെടുത്തു ജനകീയ കമ്മിറ്റി. ചൊക്ലി എല്ലാ കാലത്തും മോഡലാണ്. ഈ തല ഉയർത്തി നിൽക്കുന്ന കോളേജ്, അതിനുവേണ്ട ഭൂമിക്ക് വേണ്ടിയും ജനകീയ കമ്മിറ്റി അന്ന് കോടിയേരി നേതൃത്വം കൊടുത്തുണ്ടാക്കിയപ്പോൾ ഒരു കോളേജ് വേണമെന്ന ആശയം ഉയർന്നു വന്നപ്പം ഞങ്ങൾക്ക് സ്ഥലം തരാം, ശൂന്യത എന്നാണ് കേട്ടോ, ശൂന്യതയായിരുന്നു, ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. ഇവരങ്ങ് പറഞ്ഞ ഞങ്ങളുടെ കയ്യിൽ സ്ഥലമുണ്ട്. അങ്ങനെ ഒരു നയപരമായ തീരുമാനം വന്നപ്പോൾ അതിനുശേഷമാണ് ഒരു ഭൂമി തന്നെ കണ്ടെത്തുന്നത്, അതിനുശേഷമാണ് ഫണ്ട് പിരിക്കുന്നത്. ഇച്ഛാശക്തിയോടെ ഒരു പ്രദേശത്ത് ജനങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കും എന്ന് തെളിയിച്ചതാണ് ചൊക്ലിയിലെ കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ കോളേജ്. വീണ്ടും ഇച്ഛാശക്തിയോട് കൂടി പുറപ്പെട്ടാൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ലോകോത്തര നിലവാരത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് തെളിയിച്ച നാടാണ് ചൊക്ലി. ചൊക്ലി ലോകഭൂപടത്തിൽ അറിയപ്പെടാൻ പോകുന്നത് ജനകീയ മൂവ്മെന്റിലൂടെ വികസന പ്രവർത്തനം നടപ്പിലാക്കി എന്ന കേളിയോടുകൂടിയാണ്. ചൊക്ലി അറിയപ്പെടാൻ പോകുന്നത് അങ്ങനെ. ജനകീയ മൂവ്മെന്റുകൾ എങ്ങനെ വികസനത്തിൽ ഭാഗവാക്കാവാം, ജനകീയ മൂവ്മെന്റുകളെ എങ്ങനെ വികസനത്തിൽ കണ്ണി ചേർക്കാം, ആ കാര്യത്തിൽ ഒരു മോഡലായി പ്രവർത്തിച്ച നാടാണ് ചൊക്ലി. നിങ്ങൾക്ക് എല്ലാ കാലത്തും അഭിമാനിക്കാം. രാഷ്ട്രീയം ഉള്ള ആൾക്കാരെല്ലാവരും നല്ല രാഷ്ട്രീയക്കുള്ള ആളാണ്. ഇടതും വലതും മദ്യവും എല്ലാം ഉള്ള നാട് ഈ നാട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരെയും യോജിപ്പിച്ചു നിർത്താൻ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറിന് സാധിച്ചു. അത് അമൃതയാണ് തുടങ്ങിയതെങ്കിൽ തുടർന്ന് വന്ന നീതുവിനും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മക്കൾക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ഉമ്മയുടെ ഒരു അമ്മയുടെ 2 മക്കൾ തന്നെ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളാകുന്ന നാടാണിത്. അവിടെയാണ് വ്യത്യസ്ത ആശയഗതിക്കാരെ യോജിപ്പിച്ച് നിർത്തി ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടേക്കുള്ള പോക്കിന് നേതൃത്വമായ ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം 91.06% മാർക്ക് നേടിയാണ് ദേശീയ അംഗീകാരത്തിലേക്ക് എത്തിച്ചേർന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP, അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ, ഫിസിയോതെറാപ്പി യൂണിറ്റ് എന്നിവയുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗനിർണയം, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ കൃത്യമായി നടപ്പിലാകുന്നു. വീടുകളിൽ നേരിട്ട് സന്ദർശനം നടത്തി മികച്ച പരിചരണവും മരുന്ന് വിതരണവും ഉറപ്പാക്കുന്ന സംവിധാനവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് KM സപ്ന, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KTK പ്രദീപൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയചന്ദ്രൻ, മുൻ ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, ജില്ലാ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ CP ബിജോയി, ചൊക്ലി FHC മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A. അമൃതകല, ഡോക്ടർ M. നീതു, ജനകീയ കമ്മിറ്റി ചെയർമാൻ VK രാജേഷ്, ജനകീയ കമ്മിറ്റി ട്രഷറർ പവിത്രൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂമാഹി ഹിറ സോഷ്യൽ സെന്റർ ഇഫ്താർ സംഗമം നടത്തി. EK റഷീദ് ഉദ്ഘാടനം ചെയ്തു. കുറെ നന്മകളാണ്, സൽക്കർമ്മങ്ങളാണ്. വെറുതെ വിശ്വാസം കൊണ്ട് സ്വർഗത്തിലേക്ക് അടക്കില്ല. PKV സാലിഹ് അധ്യക്ഷത വഹിച്ചു. പള്ളിയൻ പ്രമോദ്, MA കൃഷ്ണൻ, അശോകൻ അങ്ങാടിപ്പുറത്ത് എന്നിവർ പ്രസംഗിച്ചു. സാലി മുസ്തഫ, അബ്ദുൾ റഹൂഫ്, തൽഹത്ത് എന്നിവർ നേതൃത്വം നൽകി.